കൂടി വനിതാ ദിനാശംസകൾ. കാലത്ത് നമ്മൾ സംസാരിച്ചതിന്റെ ബാക്കി ഇവിടെ തുടരട്ടെ. ഇത് ലേഡീസ് ഓൺലി ഒന്നുമല്ല കേട്ടോ, ജെൻസിനും കൂടിയാണേ. സ്ത്രീയുടെ സ്വപ്നങ്ങൾക്ക് ആരാണ് എക്സ്പയറി ഡേറ്റ് തീരുമാനിച്ചത്? അവരുടെ സ്വാതന്ത്ര്യത്തിന് അതിർത്തികൾ നിശ്ചയിച്ചത് ദൈവമല്ല, ദൈവത്തിന്റെ വക്താക്കളെന്ന് സ്വയം വിശേഷിപ്പിച്ച പുരുഷ കേസരികളോ അതോ സ്ത്രീകൾ തന്നെയോ? വേരുകൾ തേടിപ്പോയാൽ എന്തെങ്കിലും ഉത്തരങ്ങൾ ഉണ്ടാവുമോ? അവൾ ചെയ്തത് എല്ലാം നല്ലതിനും നന്മയ്ക്ക് വേണ്ടിയും ആയിരുന്നു. അതിനെല്ലാം സമൂഹം അവളെ കൂട്ടിലടച്ചു, പിന്നാമ്പുറങ്ങളിലും ആഭരണങ്ങൾക്കും ഉള്ളിൽ ഒളിപ്പിച്ചു. ചിലർ ഷോക്കേസിനും അവളുടെ അസ്തിത്വത്തിന് പോലും വിലങ്ങണിയിച്ചു. ദൈവസന്നിധിയിൽ നിന്നും ആരാധനാലയങ്ങളുടെ അകത്തളങ്ങളിൽ നിന്നും അവളെ ആട്ടിപ്പായിച്ചു. അവൾ എന്ത് തെറ്റ് ചെയ്തു? സ്ത്രീയായി പിറന്നതോ? പുരുഷ ഗജകേസരികൾക്ക് ജന്മമേകുന്നതോ? അതിനുള്ള ശാരീരിക ഒരുക്കത്തിനായി ഏറ്റുവാങ്ങാനായി ഓരോ മാസത്തിലും ബ്ലഡ് ഒരുക്കുന്നതോ? ആരാണ് അതിൽ അശുദ്ധത കണ്ടു തുടങ്ങിയത്? പുരുഷനോ അതോ സ്ത്രീ തന്നെയോ? അവരെ കരുതേണ്ട കാലത്ത് സ്നേഹവും പരിചരണവും പരിപാലനയും കിട്ടേണ്ട വേദനകളുടെ സമയത്ത് അവളെ പുറത്താക്കിയത്, അകറ്റുന്നത് ആരാണ്? അപ്പോഴും ആ വേദനകൾ അനുഭവിച്ച് അശുദ്ധയെന്ന് മുദ്ര കുത്തുമ്പോഴും തൊട്ടുകൂടാത്തതും തീണ്ടിക്കൂടാത്തതുമായ അവളെ ആ പുറത്താക്കലിലും വേണം അവളെ പാചകപ്പുരകളിൽ രുചികളേക്കാൻ, പുകയും കരിയും ഏൽക്കാൻ, ഭക്ഷണമുറികളിൽ പാത്രങ്ങളിൽ നിറയ്ക്കാൻ, എച്ചിൽ പാത്രങ്ങൾ കഴുകാൻ. അങ്ങനെ എവിടെയും അവളുടെ കണ്ണുനീർ മുത്തുകൾ കവിളുകളും ചുണ്ടുകളും ഒപ്പിയെടുക്കുന്നു. ഇന്നത്തെ തലമുറകളിലാണെങ്കിലോ പരസ്യങ്ങളിൽ കാണുന്ന ഫ്രീനെസ് അല്ല, ജീവിതത്തിൽ ഒത്തിരി വേദനകൾക്ക് നടുവിലും മാതാപിതാക്കളുടെ, ഭർത്താവിന്റെ, മക്കളുടെ, സഹോദരങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവളുടെ കണ്ണും കൈയും ഹൃദയവും എത്തുന്നു ക്ഷമയുടെ പര്യായങ്ങളായി. വീടുകളിൽ മാത്രമായിരിക്കില്ല, ജോലി സ്ഥലങ്ങളിലും അവൾ ഓടിയെത്തേണ്ടി വരുന്നു. ബസ്സിലും സൈക്കിളിലും സ്കൂട്ടറിലും കാറിലും, തൂപ്പുകാരി മുതൽ കളക്ടർ വരെയുമുള്ള തലങ്ങളിൽ അവളുണ്ട്. അവളുടെ സാമ്രാജ്യമാണ് കുടുംബവും ജോലിസ്ഥലവും. എന്നാൽ അവൾ ഒത്തിരി വിമർശനങ്ങളും തരം താഴ്ത്തലുകളും നേരിടേണ്ടി വരുന്നു എല്ലാ തലങ്ങളിൽ നിന്നും. അവളുടെ ദുഃഖങ്ങളും വേദനകളും അവഗണനകളും തരം താഴ്ത്തലുകളും കുറ്റപ്പെടുത്തലുകളും പാരകളും ഇറക്കി വെക്കുന്ന അത്താണിയാണ് ഭർത്താവും കുടുംബവും. ഒരു സാന്ത്വനത്തിനും തലോടലിനും പകരം അവിടെ നിന്നും, ആ മുഖങ്ങളിൽ നിന്നും ഇത് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അവരുടെ സകല പിടിയും ചിലപ്പോഴെങ്കിലും വിട്ടുപോകാം. ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ അവൾ ഓടുകയാകും അടുക്കളയിലേക്ക്. ഒരു ഉദാഹരണം, ഭാര്യയും ഭർത്താവും അധ്യാപകരാണെന്നിരിക്കെ ഭാര്യയ്ക്ക് മാത്രം വീട്ടിൽ ഓവർ ടൈമും നൈറ്റ് ഡ്യൂട്ടിയും വെളുപ്പാൻ കാലത്തെ ഡ്യൂട്ടിയും 24 മണിക്കൂറും. പാവം ഇതെല്ലാം സഹിക്കുമ്പോഴും കുടുംബത്തിലെ ഓരോരുത്തരുടെയും മുഖത്തെ സന്തോഷം കാണാനാണ്, സംതൃപ്തി കാണാനാണ് ആ മനസ്സ് ആഗ്രഹിക്കുന്നത്. അതിന് പകരമായി അവൾക്ക് കിട്ടുന്നതോ ആട്ടും തൊഴിയും അവഗണനകളും. ഒരു പുഞ്ചിരി പോലും അവൾക്ക് ഒരു പക്ഷേ കിട്ടില്ല, കൊള്ളാം എന്നൊരു വാക്കുപോലും. നിനക്ക് മലമറിക്കാൻ എന്താ ഇത്ര പണി ഈ വീട്ടിൽ എന്ന ചോദ്യത്തിന് മുൻപിൽ മനസ്സ് നീറുമ്പോഴും ചെറു പുഞ്ചിരി കൊണ്ട് ഉത്തരമേകുന്നവരാണ് സ്ത്രീകൾ. കവി പാടിയതുപോലെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകണം. കറുത്ത വാവിലും പൂർണ്ണചന്ദ്രൻ ഉദിപ്പിക്കേണ്ടവളാണ് ഭാര്യ. 2 or 3 കുട്ടികളായാൽ, കുട്ടികൾ വലുതായാൽ അമ്മയുടെയും ഭാര്യയുടെയും എക്സ്പയറി ഡേറ്റ് കഴിയുമോ? കുഞ്ഞുങ്ങളാകുമ്പോൾ ലക്ഷ്മണരേഖ വരയ്ക്കാൻ മാതാപിതാക്കൾ, വലുതാകുമ്പോൾ പെങ്ങന്മാർക്ക് ലക്ഷ്മണരേഖകൾ വരച്ചു തുടങ്ങും ആങ്ങളമാരും കാമുകന്മാരും. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ്, അമ്മയ്ക്ക് മക്കൾ. എവിടെയും അവൾക്ക് അതിർത്തി തീരുമാനിക്കുന്നു. അവളുടെ സ്വാതന്ത്ര്യത്തിന് ലക്ഷ്മണരേഖകൾ വരയ്ക്കുന്നു തലങ്ങും വിലങ്ങും. സമൂഹവും മതങ്ങളും വേറെയും. ആ വിലങ്ങുകളെ ആഭരണമാക്കിയ ഒത്തിരി പേര് നമ്മൾക്കുമുണ്ട്. ലോകത്തിലും വഴിയായി, വെളിച്ചമായി അവൾക്ക് മാത്രം എന്തുണ്ട്? അവളും സകല സൃഷ്ടികളെ പോലെ ഭൂമിക്ക് അവകാശിയായതാണ്, അധികാരിയുമാണ്. ആരാണ് അവളുടെ മുൻപിൽ മതിലുകൾ തീർക്കുന്നത്, വാതിലുകൾ ഓരോന്നായി അടയ്ക്കുന്നത്? ആൺകുട്ടികൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, ഏതും അവർക്ക് സമയമാണ്. പെൺകുട്ടികൾക്കോ അവർക്കൊന്ന് സന്ധ്യ മയങ്ങിയാൽ പിന്നെ അസമയമാണ്. മനുഷ്യൻ എന്നേയുള്ളൂ, മനുഷ്യ എന്നില്ലല്ലോ. എല്ലാവരും സമന്മാരാണ്. അവൾ അടിമയല്ല, സ്വതന്ത്രയാണ്. ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ബുദ്ധിയും ശക്തിയും അറിവും പ്രായോഗിക ജ്ഞാനവുമുള്ള ദൈവിക സൃഷ്ടി. അവളിലൂടെയാണ് നാം അറിവിന്റെ ആദ്യാക്ഷരം നുണഞ്ഞതും. സ്വപ്നം കാണാനുള്ള അർഹത പോലും വിവാഹത്തോടെ തീർക്കുകയാണ്, സ്വയവും മറ്റുള്ളവരാലും. അതിനൊരു എക്സ്പയറി ഡേറ്റ് നമ്മൾ
സ്ത്രീകൾ തന്നെയല്ലേ തീരുമാനിച്ചത്. അതുപോലെ അതിർത്തിക്കിപ്പുറം തന്നെ നിന്നത്. ഒത്തിരി ഊർജം പകർന്നു തരാനാവുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടും മാതൃകകൾ ഉണ്ടായിട്ടും സ്വന്തം മക്കളുടെ, ഭർത്താവിന്റെ, സഹോദരങ്ങളുടെ, മാതാപിതാക്കളുടെ മൃതദേഹങ്ങൾക്കരികിൽ നിന്ന് പോലും കരയാനും കണ്ടുകൊണ്ടിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം പോലും ചില മതങ്ങൾ നിഷേധിക്കുന്നു. അവൾ ആ മരിച്ച മനുഷ്യന്റെ മകളാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, അമ്മയാണ് എന്ന് നോക്കാതെ മാറ്റി നിർത്തുന്നതാണോ സ്ത്രീ സ്വാതന്ത്ര്യം? ഉമ്മറപ്പടി മുതൽ പള്ളിപ്പറമ്പ് വരെ അകറ്റി നിർത്തുന്നതാണോ സ്ത്രീ സ്വാതന്ത്ര്യം? ഏവർക്കും സ്വാതന്ത്ര്യമുള്ള ദൈവസന്നിധിയിൽ നിന്ന് പോലും അകറ്റുന്ന നാം കൊട്ടിഘോഷിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യം. നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കല്ല, മുന്നിലേക്കാണ് നാം സഞ്ചരിക്കേണ്ടത്. ഏവർക്കും വനിതാ ദിനാശംസകൾ. ഗീവ് ടു ഗെയിൻ.